ഹലോ ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കുട്ടി ബീച്ച് വ്ളോഗാണ് കേട്ടോ. വീട്ടിലെല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അടുത്തുള്ള തുമ്പ ബീച്ചിൽ പോയിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ ആകാമെന്ന്. അങ്ങനെ എല്ലാവരും കൂടി ഒരുങ്ങി റെഡിയായി വന്നപ്പം സൺസെറ്റിൻ്റെ ടൈം കഴിഞ്ഞു. സ്വാഭാവികം ഞങ്ങൾ എവിടെ പരിപാടി വെച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ. എന്തെങ്കിലുമൊക്കെ പണി പാളും. പിന്നെ ഒരുങ്ങി റെഡിയായതല്ലേന്ന് വിചാരിച്ച് ഞങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സ്ഥലമായിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു. മെജോറിറ്റി വോട്ട് കിട്ടിയത് ശംഖുമുഖം ബീച്ചായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോകാം, കാരണം ശംഖുമുഖം നൈറ്റ് വൈബ് അടിപൊളിയാണ്. അപ്പോൾ പിന്നെ ഓക്കെ ശരി അങ്ങോട്ട് തന്നെ പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ശംഖുമുഖത്തോട്ട് യാത്ര തിരിച്ചു. പക്ഷേ ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു കേട്ടോ, കാരണം തൊട്ടപ്പുറത്തെ അമ്പലത്തിലും കൂടി ഉത്സവം നടക്കുന്നുണ്ട്. വഴി നീള ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പോകാൻ ഉദ്ദേശിച്ച ബീച്ചിനെ ഞങ്ങൾ തഴഞ്ഞിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി ഉത്സവം കാണാൻ വേണ്ടിയിട്ട്. അവിടെ കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നപ്പം തുമ്പി ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ട് കണ്ടുപിടിച്ചു. പിന്നെ പറയണ്ടല്ലോ, അവിടെ നിന്ന് ഫോട്ടോ എടുക്കണോ, ഇങ്ങനെ പോസ്റ്റ് ചെയ്യണോ, അങ്ങനെ പോസ്റ്റ് ചെയ്യണോ ഈ പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയി ഒരു കുമ്മനടിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു, അത് വേറെ കാര്യം. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരം നോക്കിയപ്പോൾ ഒരു വലിയ ക്യൂ. എന്താണെന്നിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് പാൽപ്പായസത്തിൻ്റെ ക്യൂ. പിന്നെ വിട്ടളയാൻ പറ്റുമോ, നേരെ ആ ക്യൂവിലും പോയി നിന്നു പാൽപ്പായസമൊക്കെ വാങ്ങി കുടിച്ചതിന് ശേഷമാണ് ഉദ്ദേശിച്ച സ്ഥലത്ത് ആദ്യം എവിടെയാണോ പോകണമെന്ന് വിചാരിച്ച് ഇറങ്ങി അങ്ങോട്ട് പിന്നെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ബീച്ചിലോട്ട് ഇറങ്ങി. അവിടെ അത്യാവശ്യം നല്ല ഡെവലപ്മെൻറ്റ്സ് ആയി കേട്ടോ. റൂഫൊക്കെ പുതിയതായിട്ട് കെട്ടിയിട്ടുണ്ട്, ഒരുപാട് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വിചാരിച്ചു ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന്. കാരണം എന്ന് വെച്ചാൽ കാണാനൊക്കെ നല്ല അടിപൊളി ഭംഗിയൊക്കെയാണ്, പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. ഇങ്ങനെ വിയർത്ത് കുളിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരടി നടക്കാൻ വയ്യാത്ത രീതിക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡായി പോവുക. ഇപ്പോഴത്തെ ചൂട് എന്താ അല്ലേ, തളർന്നു പോയി ഭയങ്കരമായിട്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരിക്കാൻ, ഇനി നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയിരുന്നു. കുട്ടികളെല്ലാം കൂടി ബീച്ചിൽ ഫുട്ബോൾ കളിക്കാനൊക്കെ ഇറങ്ങി അന്നേരം ആയപ്പോഴത്തേക്കും. അപ്പം ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടിട്ട് അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ വെച്ചാൽ സ്നേഹം കൊണ്ടായിരിക്കും മോൾ വല്ലപ്പോഴും വരുന്നില്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ പറയുക ഇപ്പോഴേ ഫോട്ടോ അയച്ചു തന്നില്ലെങ്കിൽ നീ പിന്നെ തരത്തില്ല, ഫോട്ടോയൊക്കെ ഇപ്പം തന്നെ കൈയോടെ അയച്ചതാണ്, എങ്ങനെ ഇരിക്കുന്നു. ഞാനാണെങ്കിൽ എടുത്ത് അപ്പോഴപ്പോഴും അയച്ചു കൊടുക്കുന്നതാണ് പാവം ഞാൻ. എന്നിട്ട് ഞാനത് കേട്ടു. പിന്നെ ഞങ്ങൾ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കമൻറ്റും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയൊക്കെ ഇരിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം അവിടെ ബീച്ചിൽ തന്നെ ഇരുന്നു. ഈ ഫിഷിനെ കണ്ടോ, ഇത് കടിക്കാൻ പോയപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല വലുതാട്ടോ, അത് നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ തിരിച്ചിറങ്ങിയപ്പം അത് തീർന്നു പോയി. വീണ്ടും സാഡിലായി. പിന്നെ കുഴപ്പമില്ല, പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ സമാധാനത്തോടെ ഇറങ്ങിക്കഴിഞ്ഞ് പന്ത് കണ്ടപ്പം സഞ്ജിത്തിൻ്റെ കിളി പോയി. അത്ര നേരം ഒരു പ്രശ്നമില്ലായിരുന്നു. അന്നേരം അവന് പന്ത് കളിച്ചാലേ പറ്റുള്ളൂ. പിന്നെ പന്ത് കളിക്കുന്ന കണ്ടിട്ട് വേറെ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു പന്ത് തരുമോ, കുഞ്ഞിനെ കളിപ്പിക്കാനാന്ന് പറഞ്ഞിട്ട് പന്ത് വാങ്ങി. പിന്നെ ഞങ്ങൾ ആ കുട്ടീനെ ഇങ്ങനെ കളിപ്പിക്കുന്ന കണ്ട് നോക്കിയിരുന്നു. അതിനുശേഷം ചൂടല്ലേ, ഒരു ഐസ്ക്രീം മസ്റ്റാണ്. ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ അടുത്ത ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചെന്നാൽ പോവാം എന്ന് പ്ലാൻ ചെയ്തു. കാരണം ടയേർഡായി, മാക്സിമം എൻജോയ് ചെയ്തു. പക്ഷേ ചൂട് കാരണം നിൽക്കാൻ വയ്യ. ബീച്ചിലായിരുന്നാലും കാറ്റൊന്നും അങ്ങനെ അടിക്കുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കാറ്റാണ്, നമുക്ക് ഒട്ടും പറ്റില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് തന്നെ വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കുട്ടി ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ആ കാഴ്ച, നല്ല രസമുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞങ്ങൾ കാറ് കയറി AC ഇട്ടപ്പോഴാണ് എൻ്റെ പൊന്നോ ഒന്ന് ജീവൻ വെച്ചത്, സത്യം പറയാമല്ലോ. പിന്നെ ഞങ്ങൾ ഇത്രയും നേരം ടയേർഡായതൊക്കെ മറന്നുപോയി. പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു, വീടെത്തിയതേ അറിഞ്ഞില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.